അപ്പോൾ ഡീക്ലട്ടറിങ് സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോമൺ ഡീക്ലട്ടറിങ് മിസ്റ്റേക്സ്. അതായത് നമ്മൾ സാധാരണ ഡീക്ലട്ടറിങ് ചെയ്യുമ്പോൾ വരുത്താവുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സാധനങ്ങൾ ഒഴിവാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ അടുത്ത് മാറ്റി കഴിയുമ്പോഴായിരിക്കും പെട്ടെന്നൊരു ആവശ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കാൻ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ ഡീക്ലട്ടറിങ് ഒരു യാത്രയാണ്, അതൊരിക്കലും അവസാനിക്കുന്നില്ല. നമ്മളിത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം കോമൺ ആയി വരുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആ യാത്ര കുറേയും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 1: സ്റ്റാർട്ടിങ് എ പ്രോജക്റ്റ് വിത്തൗട്ട് എ പ്രോപ്പർ പ്ലാൻ. പ്രോപ്പറായി ഒരു പ്ലാൻ ഇല്ലാതെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് നന്നായി ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മളൊരു റൂമാണ് ചെയ്യുന്നതെങ്കിൽ ആ റൂമിനെ സെപ്പറേറ്റ് സെക്ഷൻസോ ടാസ്ക്സോ ആയി ബ്രേക്ക് ചെയ്യുക. ഈ ഓരോ സെക്ഷനും സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ് പോയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ഇൻട്രപ്റ്റഡ് ആയാലും പ്രശ്നമുണ്ടാവില്ല. ആ ഒരു ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അന്നത്തെ ടാസ്ക് അവസാനിപ്പിക്കാം. എപ്പോഴും എളുപ്പമുള്ള ഒരു ഏരിയ ആദ്യം ചെയ്യുക. ആദ്യമേ ഒരു ഏരിയ നന്നായി ചെയ്താൽ ആ സക്സസ് നമ്മളെ മോട്ടിവേറ്റഡ് ആയി ഇരിക്കാനും അടുത്ത ടാസ്ക് കൂടി ചെയ്യാനുള്ള ഒരു എനർജി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ടഫറായിട്ടുള്ള ഏരിയ ചെയ്യാനുള്ള ഡീക്ലട്ടറിങ് മൈൻഡ് സെറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. സെക്കൻഡ് മിസ്റ്റേക്ക്: നോട്ട് യൂസിങ് എ സോർട്ടിംഗ് സിസ്റ്റം. നമ്മൾ ഓരോ ഐറ്റവും ചെക്ക് ചെയ്ത് അത് ഓരോ പ്രാവശ്യവും നമ്മൾ കളയാൻ വേണ്ടി മുറിയിൽ നിന്ന് പുറത്തു പോകുക എന്ന് പറയുന്നത് വലിയൊരു മിസ്റ്റേക്കാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ മടുത്തു പോകും. അപ്പോൾ ഇതിന് വേണ്ടി കറക്റ്റായിട്ടൊരു സോർട്ടിംഗ് സിസ്റ്റം വേണം. അപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ 4 ബോക്സ് മെത്തേഡ്. അതായത് നമ്മൾ 4 ബോക്സ് എടുക്കുക. 4 ബോക്സോ 4 കവറോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളത് എടുക്കുക. അപ്പോൾ ഇതിൽ 4 ബോക്സസിനും ഒരു പേർപ്പസ് ഉണ്ട്. ഫസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ട്രാഷ്, അതായത് നമുക്ക് തീരെ ആവശ്യമില്ല നമ്മൾ കളയുന്ന സാധനങ്ങൾ ആ ട്രാഷിനകത്ത് ഇടാം. സെക്കൻഡ് വൺ പുട്ട് അവേ ബോക്സ്, അതായത് നമുക്ക് തൽക്കാലം ആവശ്യമില്ല പക്ഷേ നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ ഒരു 1 മന്തോ 2 മന്ത്സോ കഴിഞ്ഞ് നമുക്കത് ഉപയോഗിക്കാമെന്ന് തോന്നുന്ന ഐറ്റംസ് നമ്മൾ ആ പുട്ട് അവേ ബോക്സിൽ വയ്ക്കുക. തേർഡ് വൺ ഡൊണേറ്റ് ഓർ സെൽ, അതായത് നമുക്ക് ആവശ്യമില്ല പക്ഷേ അത് മറ്റാർക്കെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ നമുക്കത് സെൽ ചെയ്ത് കളയാം എന്ന് പറയുന്നത് ആ കാർഡ്ബോർഡ് ബോക്സിനകത്തോട്ട് വയ്ക്കുക, ഡൊണേറ്റ് ഓർ സെൽ എന്ന് പറയുന്ന ബോക്സിൽ. ആൻഡ് ദ ഫോർത്ത് വൺ നമുക്ക് എന്തായാലും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന നമുക്ക് ആവശ്യമുള്ള ഐറ്റമാണ്, അത് നമ്മൾ വീണ്ടും നമ്മുടെ കബോർഡിനകത്തോട്ട് യൂസ് ചെയ്യുന്ന ബോക്സിനകത്തോട്ട് മാറ്റാം. അടുത്ത പോയിൻറ്റ്: ഡു നോട്ട് ക്ലിയറിങ് ദ ഡൊണേഷൻ ഐറ്റംസ്. ഇപ്പോൾ ഡൊണേറ്റ് ബോക്സിലോട്ട് മാറ്റിയാലും നമ്മുടെ വീട്ടിൽ നിന്ന് ആ ഐറ്റംസ് പോകാൻ സമയമെടുക്കും. മിക്കവാറും അത് അവിടെ ഇരുന്ന് പൊടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് വീട്ടിൽ നിന്ന് മാറ്റാൻ ട്രൈ ചെയ്യുക. വീണ്ടും ഒരു കാർ ഷെഡിലോട്ടോ സ്റ്റോർ റൂമിലോട്ടോ കൊണ്ടുവച്ചാൽ അത് ഡീക്ലട്ടറിങ് ആവില്ല, റീഅറേഞ്ചിങ് ആണ്. ഇതിനെന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അടുത്തൊരു ടൈമിൽ തന്നെ അത് വീട്ടിൽ നിന്ന് മാറ്റുക. ഡൊണേറ്റ് ചെയ്യാനാണെങ്കിൽ എത്രയും പെട്ടെന്ന് കാറിൻ്റെ ബാക്ക് സീറ്റിലോട്ട് മാറ്റി എവിടെയാണ് എത്തിക്കേണ്ടതെന്ന് വെച്ചാൽ എത്തിക്കുക. നമ്പർ 4: ഓർഗനൈസിങ് ബിഫോർ ഡീക്ലട്ടറിങ്. നമ്മൾ ഓർഗനൈസ് ചെയ്യാനൊക്കെ മോട്ടിവേറ്റഡ് ആയി വേഗം പോയി കുറേ ബാസ്ക്കറ്റ്സ് ഒക്കെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. സാധനങ്ങൾ ഒഴിവാക്കാതെ നമ്മൾ ഓർഗനൈസ് ചെയ്താൽ നമ്മുടെ വേസ്റ്റ് ഐറ്റംസാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ആദ്യം ഡീക്ലട്ടറിങ് ചെയ്യുക, പിന്നെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടത്. മിസ്റ്റേക്ക് നമ്പർ 5: ഡൂയിങ് ഇറ്റ് ടു മച്ച്. ഡീക്ലട്ടറിങ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് കൺസിസ്റ്റൻ്റായി ചെയ്യുകയും വേണം. നമ്മുടെ വീട്ടിലെ ജോലികളുണ്ടാവും നമുക്കൊരു ദിവസം ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വീട്ടിലെ കാര്യങ്ങളും മുടങ്ങും, ഡീക്ലട്ടറിങ്ങും മുഴുവനും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ എപ്പോഴും ഒരു പ്ലാനോടുകൂടി ചെയ്യുക. വലിയൊരു ടാസ്കിനെ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളായി ബ്രേക്കപ്പ് ചെയ്ത് നമ്മുടെ ഒരു ഡേയിലെ ഒരു ഫ്രീ ടൈം കണ്ടുപിടിച്ച് ആ ചെറിയ ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മളൊരു ഫുൾ ഡേ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ 20-30 മിനിറ്റിൻ്റെ ഓരോ ടാസ്കുകൾ ചെയ്ത് 5 മിനിറ്റ് ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഡീക്ലട്ടറിങ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്പർ 6: സെൻറ്റിമെൻ്റൽ ഐറ്റംസ്. ഡീക്ലട്ടറിങ് ചെയ്യുമ്പോൾ ഒരു വലിയ ചാലഞ്ചാണ് ഈ സെൻറ്റിമെൻ്റൽ ഐറ്റംസ്. സാധനങ്ങളോട് നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റ് തന്നതായിരിക്കാം. അപ്പം ആ ആളോടുള്ള സ്നേഹം നമ്മൾ ഈ ഐറ്റംസിനോടും ഇമോഷണലി നമ്മൾ അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡീക്ലട്ടറിങ് ജേർണിയിൽ ഒരു വലിയ തടസ്സമായേക്കാവുന്ന ഒരു സംഭവമാണ് ഈ സെൻറ്റിമെൻ്റൽ ഐറ്റംസ്. ഇതിന് നമുക്ക് ചെയ്യാവുന്നത് സെൻറ്റിമെൻ്റൽ ഐറ്റംസിൻ്റെ ഡീക്ലട്ടറിങ് ഏറ്റവും അവസാനത്തേക്ക് വെക്കുക. നമ്മൾ ഡീക്ലട്ടറിങ് ചെയ്ത ഓരോ ഐറ്റവും നമുക്ക് മാറ്റാൻ കഴിഞ്ഞ് നമ്മൾ ഓരോ സ്പേസും ഫ്രീ ആയി കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു വലിയ സമാധാനവും നമ്മൾ ഒത്തിരി മോട്ടിവേറ്റഡുമായിരിക്കും. അപ്പോൾ ഈ മോട്ടിവേഷനായിരിക്കണം സെൻറ്റിമെൻ്റൽ ഐറ്റംസ് ഡീക്ലട്ടറിങ് ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ ഇമോഷണൽ ബാരിയറിനെ മാറ്റാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്പർ 7: വാല്യുബിൾ തിങ്സ്.
നമ്മൾക്ക് ഭയങ്കരമായി കുറ്റബോധം തോന്നാവുന്ന ഒരു ഏരിയ ആണിത്. ഒരു സാധനം നമ്മൾ ഡീക്ലട്ടർ ചെയ്യുമ്പോൾ നമ്മുടെ ഹ്യൂമൻ നേച്ചറാണ് അതിൻ്റെ പ്രൈസിനെ പറ്റി ആലോചിക്കും. നമ്മൾ ഒട്ടും ഉപയോഗിക്കുന്നില്ലെങ്കിലും നമ്മൾ അതിന് സ്പെൻഡ് ചെയ്ത പണത്തിനെക്കുറിച്ച് ഓർത്ത് നമ്മളത് വീണ്ടും അത് സൂക്ഷിച്ചു വെക്കുന്നു. എന്തെങ്കിലും ഒരു കാലത്ത് നമുക്കത് യൂസ്ഫുൾ ആയെങ്കിലോ എന്ന് വിചാരിച്ച്. ഇതിനുള്ളൊരു സൊല്യൂഷൻ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ ആ കാശ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അത് എടുത്തു വെച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ നല്ലത് അത് ഉപയോഗിക്കുന്ന ആവശ്യമുള്ള ആർക്കെങ്കിലും കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്പർ 8, ജസ്റ്റ് ഇൻ കേസ് ഐറ്റംസ്. ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്നോർത്ത് എടുത്തു വെക്കുന്ന ഐറ്റംസ്. നമ്മളൊരു കടുത്ത മിനിമലിസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് മാത്രമേ നമ്മുടെ റൂമിലുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ റൂമിൽ ഒന്ന് ഓടിച്ച് നോക്കിയാൽ അറിയാം നമുക്ക് ആവശ്യമില്ലാത്ത എന്നാൽ ജസ്റ്റ് ഇൻ കേസ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന ഡ്രസ്സെല്ലാം വെയ്റ്റ് ലോസിന് ശേഷം ഉപയോഗിക്കാം എന്ന് കരുതി നമ്മളിപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ടാവും. നല്ല ഡിറ്റർമിനേഷനോടുകൂടി നമ്മൾ വെയ്റ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്താൽ തീർച്ചയായും നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് വേണ്ടി ഈ ഡ്രസ്സ് എടുത്ത് വെക്കേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ എടുത്ത് വെച്ചേക്കുന്ന ഡ്രസ്സ് മാറ്റാൻ നമ്മൾ ഫിറ്റായി വീണ്ടും ആ പഴയ വെയ്റ്റിലോട്ട് എത്തുമ്പോൾ നമ്മൾ പുതിയ 2 ഡ്രസ്സ് തീർച്ചയായും ഡിസേർവ് ചെയ്യുന്നു. അപ്പോൾ ഈ ഐറ്റംസ് ഡീക്ലട്ടർ ചെയ്യുമ്പോൾ കഴിഞ്ഞ 6 to 12 months നമ്മൾ ഇത് എത്ര പ്രാവശ്യം ഉപയോഗിച്ചു എന്ന് ആലോചിക്കുക. അതുപോലെ എന്തിനാണ് ഈ ഐറ്റം, അതിൻ്റെ പേർപ്പസിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പം ഇനി വരുന്ന 6 months ഇത് എത്ര പ്രാവശ്യം നമുക്ക് ആവശ്യമുണ്ടാവും ആ കാര്യം ആലോചിക്കുക. അതുപോലെ ഇതിന് പകരം നമ്മുടെ കയ്യിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ. അതുപോലെ നമുക്ക് 1-2 പ്രാവശ്യത്തേക്ക് കൂടിയാണ് ഇത് ആവശ്യമുള്ളൂവെങ്കിൽ അത് നമുക്ക് റെൻറ്റ് ചെയ്യാനോ ബോറോ ചെയ്യാനോ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നും കൂടി ആലോചിച്ച് വേണം ഡീക്ലട്ടർ ചെയ്യാൻ. നമ്പർ 9, ദ റൂം ദാറ്റ് ബോദേഴ്സ്. മിക്കവാറും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ആയിരിക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോഴും നമ്മുടെ പ്രശ്നമുള്ള ഏരിയ നമ്മൾ തൊട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഡീക്ലട്ടറിങ് ചെയ്യുന്നുണ്ടാവുന്ന സക്സസ്സോ അതിൻ്റെ ഗുണങ്ങളോ നമുക്ക് അധികം കിട്ടില്ല. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഏറ്റവും പ്രശ്നമുള്ള നമ്മൾ ഏറ്റവും ബോദർ ചെയ്യുന്ന മുറിയിൽ നിന്ന് തുടങ്ങുക. പക്ഷേ അത് നല്ല കുഞ്ഞു കുഞ്ഞു ടാസ്ക്സ് ആയിട്ട് ബ്രേക്കപ്പ് ചെയ്ത് നല്ല പ്ലാൻ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിച്ചൺ കൗണ്ടേഴ്സ് ഒരു വലിയൊരു പ്രോബ്ലം ഏരിയയാണ് പലർക്കും. അപ്പം കിച്ചൺ കൗണ്ടേഴ്സ് ക്ലിയർ ആയിട്ട് വെക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഒരു എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. നമ്പർ 10, ഡീക്ലട്ടറിങ് അതർ പീപ്പിൾസ് ഐറ്റംസ്. നമ്മുടെ വീട്ടിലെ എല്ലാവരും നമ്മളെപ്പോലെ ഓർഗനൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ അവർ വലിച്ചു വാരി ഇട്ടിരിക്കുന്നത് നമ്മൾക്ക് പലപ്പോഴും നമുക്കത് ദഹിക്കില്ല. അപ്പോൾ വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ സാധനങ്ങൾ നമ്മൾ ഇടപെടുന്നതോ ഒതുക്കുന്നതോ ഒന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് ഓരോ വീട്ടിലെയും സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ബോധപൂർവം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പം ഓരോരുത്തർക്കും ചില പ്രത്യേക സാധനങ്ങൾ സൂക്ഷിക്കാൻ താല്പര്യം ഉണ്ടാവും. അത് അവരുടെ ചോയ്സാണ്, അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഇതിൽ നമുക്ക് ചെയ്യാവുന്നത് അവരുടെ പ്രസൻസിൽ തന്നെ നമുക്ക് ഒതുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് നമുക്ക് ഓഫർ ചെയ്യാം, അവരെ എൻകറേജ് ചെയ്യാം. ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കരുത്. അതുപോലെ ഇപ്പോൾ കുട്ടികളുടെ ടോയ്സൊക്കെ നമ്മൾ ഡീക്ലട്ടർ ചെയ്യുമ്പോൾ അവരും കൂടി ഉൾപ്പെട്ടുകൊണ്ട് അവരുടെ പ്രസൻസിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ടോയൊക്കെ കാണാതെ അവരിവിടുന്ന് കരയാൻ തുടങ്ങും. നമ്പർ 11, കൺസിസ്റ്റൻസി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീക്ലട്ടറിങ് ഒരു കണ്ടിന്യൂസ് ജേണിയാണ്. ഒരു പ്രാവശ്യം നന്നായി ഡീക്ലട്ടർ ചെയ്ത് വീട് ഓർഗനൈസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മളത് കീപ്പ് ചെയ്യണം. അപ്പം സാധനങ്ങൾ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അക്യുമുലേറ്റഡ് ആവും. അപ്പം ഇതൊരു സിസ്റ്റമായി നമ്മുടെ വീട്ടിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്നൊരു ഹാബിറ്റായി മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ടിപ്സ് എല്ലാം ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഡീക്ലട്ടറിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും അതിന് വേണ്ടി ഒരു മൈൻഡ് സെറ്റ് ഫോം ചെയ്യുന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഡീക്ലട്ടറിങ് ജേർണി. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.